മീൻകറി വെച്ചാൽ മീനിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും ഗുണമുള്ള ഭാഗം ആർക്കാണ് കൊടുക്കുന്നത്? അച്ഛനാണ് കൊടുക്കുന്നത്. തല ആരാ കഴിക്കുന്നത്? അമ്മയാണ് കഴിക്കുന്നത്. എനിക്കിഷ്ടം തലയാണ്, പക്ഷേ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഉടലാണ്. രാഹുലിൻ്റെ ലൈഫ് പർപ്പസ് എന്താണ്? ഇപ്പോഴും അറിയില്ല. അതാണ് ഇന്നത്തെ യൂത്ത് ഫേസ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം. എന്താണ് ലൈഫിൻ്റെ പർപ്പസ് എന്ന്? എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്ന് കൃത്യം എനിക്കറിയാം. എന്നാൽ നമ്മുടെ കുട്ടികളെ ലക്ഷ്യബോധമില്ലാതെ അവൻ്റെ ആഗ്രഹങ്ങൾ വെറും ആഗ്രഹങ്ങളായി ആ മനസ്സിലിട്ട് 90% അകത്തിട്ടിങ്ങനെ അതൊരു ഭാരമായി, ഉറക്കമില്ലാതെ ചിന്തകളായി ആ ലക്ഷ്യമെന്ന് പറയുന്ന അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്ന അത് അകത്തിട്ടിങ്ങനെ പ്രോസസ്സ് ചെയ്ത് ജീവിതം പാഴാക്കി നമ്മുടെ വൈറ്റൽ എനർജി. ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് ഊർജ്ജമില്ല എന്നുള്ള ഇന്നത്തെ യൂത്തിന് ഇല്ലാത്തത് ഊർജ്ജമാണ്. യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പരസ്പരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ മനസ്സിലാക്കുക എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഇപ്പോൾ എനിക്ക് എൻ്റേതായ ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് എൻ്റേതായ സ്വപ്നങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ സീക്രട്ട് ലൈഫാണ്. അതെ, എൻ്റെ പ്രൈവറ്റ് ലൈഫിൽ ഇപ്പോൾ എനിക്ക് നല്ലൊരു പാട്ട് നന്നായിട്ട് പാടണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ എൻ്റെ ജീവിത പശ്ചാത്തലം കൊണ്ട് ഞാൻ ജീവിക്കാൻ വേണ്ടി ഞാൻ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയിട്ടോ ഒരു ഡോക്ടറായിട്ടോ ഏതെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക് പോയാൽ എനിക്കതൊരു ബേർഡനായിട്ട് തോന്നും, ഭാരമായിട്ട് തോന്നും. അപ്പോൾ ഞാൻ ഈ പറയുന്ന ബന്ധങ്ങളിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം പരസ്പരം അറിയുന്നില്ലെന്നുള്ളതാണ്. അതായത് ഞാൻ അതിന് പറയുന്നൊരു ഉദാഹരണമുണ്ട്. എല്ലാ വീടുകളിലും സാധാരണ മീൻകറി വെച്ചാൽ മീനിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും ഗുണമുള്ള ഭാഗം ആർക്കാണ് കൊടുക്കുന്നത്? അച്ഛനാണ് കൊടുക്കുന്നത്. തല ആരാ കഴിക്കുന്നത്? അമ്മയാണ് കഴിക്കുന്നത്. എന്നാൽ അച്ഛനാഗ്രഹം തലയായിരുന്നെങ്കിലോ? പരസ്പരം അറിയുന്നില്ല. അച്ഛന് വേണ്ടത് എന്താണെന്ന് അമ്മ അറിയുന്നില്ല, അമ്മയ്ക്ക് വേണ്ടത് എന്താണെന്ന് അച്ഛൻ അറിയുന്നില്ല. ഇത് പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു സീക്രട്ട് ലൈഫുണ്ട്. അതിനെ ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷകരമാവുന്നത്, ആനന്ദകരമാവുന്നത്, സംതൃപ്തകരമാവുന്നത്. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സീക്രട്ട് ലൈഫ് നമ്മൾ പലപ്പോഴും മറ്റൊരു രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പം സീക്രട്ടായിട്ട് നമുക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അത്തരത്തിൽ പോകുമ്പോൾ അത് ആ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യില്ലേ? അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, എനിക്കിഷ്ടം തലയാണ്, പക്ഷേ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഉടലാണ്. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ പോലും കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധയോടുകൂടി അറ്റൻഷനോടുകൂടി അവെയറായിട്ട് നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. എൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്ന് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പരസ്പരം അറിയാതെ, ഇഷ്ടങ്ങൾ അറിയാതെ, പരസ്പരം എന്താണ് പരസ്പരം ഒന്നും മനസ്സിലാക്കാതാണ് ഈ ബന്ധങ്ങൾ എല്ലാം പോകുന്നത്. അതുകൊണ്ടാണോ മറ്റൊരു ബന്ധങ്ങൾ തേടി ആളുകൾ പോകുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ആളുകളുടെയും യഥാർത്ഥത്തിൽ രാഹുലിൻ്റെ ലൈഫ് പർപ്പസ് എന്താണ്? ഇപ്പോഴും അറിയില്ല. അതാണ് ഇന്നത്തെ യൂത്ത് ഫേസ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം. എന്താണ് ലൈഫിൻ്റെ പർപ്പസ് എന്ന്? എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്ന് കൃത്യം എനിക്കറിയാം. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. ആ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയുള്ള ബാക്കിയുള്ള സൈഡിൽ കിട്ടേണ്ടതാണ് എനിക്കതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള എൻ്റെ നീഡ് ഫുൾഫിൽ ചെയ്യണം. എന്താണ്? എനിക്ക് യാത്ര ചെയ്യാൻ വാഹനം വേണം, എനിക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ മണി വേണം, അതിന് വേണ്ട വണ്ടി എൻ്റെ കയ്യിലുണ്ടാവണം, അതിന് വേണ്ട ഇന്ധനം എവിടെ നിന്നുണ്ടാവണം. ഈ സന്തോഷത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഇന്ധനം ഈ ബാക്കിയുള്ള സൈഡായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നത്. യഥാർത്ഥമായ സന്തോഷത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ പർപ്പസ് തന്നെ അറിയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അപരാധമായി ഞാൻ കാണുന്നത്. ഇപ്പോൾ നമ്മൾ യുവാക്കളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വെൽത്ത് മെൻ്റൽ ഹെൽത്തും അത് വലിയൊരു ബേർഡനായിട്ട് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇതിനെങ്ങനെയാണ് ഒരു പരിഹാരം? ഞാൻ പറഞ്ഞത് എല്ലാ ആളുകൾക്കും ആഗ്രഹങ്ങൾ നല്ലതാണ്. എനിക്കിപ്പം സ്റ്റീവ് ജോബ്സ് ആവണം, സുക്കർബർഗർ ആവണം, അല്ലെങ്കിൽ ഇദ്ദേഹം നമ്മുടെ ട്വിറ്ററിൻ്റെ ഉടമയായിട്ടുള്ള ഇലോൺ മാസ്ക് ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അവരൊക്കെ നമ്മളെപ്പോലെ ഒരു സാധാ മനുഷ്യരായിരുന്നു. അവരെല്ലാം അമ്മയുടെ ആ 10 മാസം അമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവിച്ച് പുറത്തു വന്ന് ജീവിത സാഹചര്യങ്ങളോട് പടവെട്ടി അവരെല്ലാവരും ഈ അവസ്ഥയിലെത്തിയതാണ്. നമുക്ക് ആഗ്രഹങ്ങൾ നല്ലതാണ്. എന്നാൽ ആ
ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്രത്തോളം ഇൻവോൾവ് ആവുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് പൂർണ്ണതയിലെത്തുക എന്നുള്ളത്. നമ്മുടെ ഇപ്പം ഞാൻ ചോദിച്ചു രാഹുലിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പോലും ചോദിച്ചാൽ, ലക്ഷ്യമില്ലാതെ ഇപ്പോൾ ഒരു വണ്ടി ഇവിടുന്ന് ഞാൻ ആലുവയിലേക്ക് വണ്ടി ഓടിക്കുമ്പോൾ ലക്ഷ്യമില്ലാതെ ആലീസ് ഇൻ വണ്ടർലാൻഡിലെ ആലീസിനെ പോലെ പോയതുകൊണ്ട് അർത്ഥമുണ്ടോ? എൻ്റെ ഡെസ്റ്റിനേഷൻ ഞാൻ അറിഞ്ഞിരിക്കണം. ഞാൻ എവിടേക്ക്, ഞാൻ ഒരു വർഷത്തിന് ശേഷം എവിടെ എത്തണമെന്ന് ഞാൻ ഇന്നേ ഡിസൈൻ ചെയ്യണം. ഞാനതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ലോകം ഭരിക്കേണ്ടവരാണ് എന്ന് ഈ ക്രൗൺ കോർപ്പറേഷൻ്റെ ഡിസ്നി അടക്കം, അതേപോലെ തന്നെ ലോകത്തെ ആകെ തന്നെ കൺട്രോൾ ചെയ്തിരിക്കുന്ന ലീ അടക്കമുള്ള 13 ഫാമിലിയിൽപ്പെട്ട ആളുകളുടെ കുടുംബത്തിലെ കുട്ടികളെ ഇങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്. നിനക്ക് കഴിയും, നിനക്കതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, നിനക്കതിന് സ്കില്ലുണ്ട്, നീ കൃത്യമായിട്ട് അവനെ ആ 13 വയസ്സിൽ അവനൊരു ബിസിനസ് ഏൽപ്പിച്ചു കൊടുക്കുക. നീ ഇതിനെ ഒരു സക്സസ്സിലേക്ക് എത്തിക്കേണ്ടത് നിൻ്റെ ലക്ഷ്യമാണ്. എന്നാൽ നമ്മുടെ കുട്ടികളെ ലക്ഷ്യബോധമില്ലാതെ അവൻ്റെ ആഗ്രഹങ്ങൾ വെറും ആഗ്രഹങ്ങളായി ആ മനസ്സിലിട്ട് 90% അകത്തിട്ടിങ്ങനെ പ്രോസസ്സായി അകത്തിങ്ങനെ നടത്തി അതൊരു ഭാരമായി, ഉറക്കമില്ലാതെ ചിന്തകളായി ആ ലക്ഷ്യമെന്ന് പറയുന്ന അല്ലെങ്കിൽ ആഗ്രഹമെന്ന് പറയുന്ന അത് അകത്തിട്ടിങ്ങനെ പ്രോസസ്സ് ചെയ്ത് ജീവിതം പാഴാക്കി നടക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ യൂത്ത് ഫേസ് ചെയ്യുന്നത്. ആ ആഗ്രഹം മനസ്സിലുണ്ടായിട്ട് ഉള്ളിലിടുന്ന ആ വിത്തിനെ നമ്മൾ വെളിയിൽ ആ വിത്തിന് അനുസരിച്ച് മണ്ണിളക്കി കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പുറമേ ചെയ്യേണ്ടതാ. അത് ചെയ്താൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം? ഊർജം വേണം. നമ്മുടെ വൈറ്റൽ എനർജി ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് ഊർജ്ജമില്ല എന്നുള്ള ഇന്നത്തെ യൂത്തിന് ഇല്ലാത്തത് ഊർജ്ജമാണ്. ഞാനതാ പറഞ്ഞ വയാഗ്ര അടക്കം മെഡിക്കൽ സ്റ്റോറുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തേടുന്ന മരുന്നെന്ന് വയാഗ്രയാണ്. അവർക്ക് വേണ്ടത് ഊർജ്ജമാണ്. അത് വെള്ളിയിൽ, അതായത് ഫോറിൻ മാറ്റർ ആയിട്ടുള്ള പുറമേ നിന്നുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു മരുന്ന് കഴിച്ച് സ്വയം ഉണർവ് ഉണ്ടാക്കാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാടിൽ തെറ്റ് നടക്കുന്നു എന്ന് പറയുന്ന പോലാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഈ വൈറ്റൽ എനർജി ഉണ്ട്. ഈ വൈറ്റൽ എനർജിയെ ഉണർന്നാൽ നമ്മുടെ നാഡീ നരമ്പുകളെ ഇപ്പം ഉറക്കിക്കിടത്തിയിരിക്കുക. ഉണർത്തിയെടുത്താൽ അത് ഈ പറയുന്ന ലക്ഷ്യത്തിലേക്ക്, ഈ വൈറ്റൽ എനർജിയെ അവൻ്റെ ലക്ഷ്യത്തിലേക്കും ആഗ്രഹങ്ങളിലേക്കും കൃത്യമായി അതിലേക്ക് ഫോക്കസ് ചെയ്താൽ, അതിലേക്ക് ശ്രദ്ധ കൊടുത്താൽ സ്വാഭാവികമായിട്ടും അവനെന്തുണ്ടാവും? ക്ലാരിറ്റി ഉണ്ടാകും, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും, അവന് വിഷ്വലൈസേഷൻ ഉണ്ടാകും, അവൻ ബീയിങ് ആവും, അവിടെ തന്നെ അവരുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആവും, ആ മാനസികാരോഗ്യം, അവൻ സംതൃപ്തി ഉണ്ടാകും. ഇപ്പം അതാ ഞാൻ പറയുന്നത്, പൂർത്തിയാകാത്ത ആഗ്രഹവുമായി മനസ്സിലിട്ട് ഇവൻ ആ ഭാരമേറി നടക്കുകയാണ്. ഒരിക്കലും അവനത് ആ ആഗ്രഹങ്ങളിൽ, കാരണം ഇവൻ ഈ ശരീരത്തിൽ നിന്ന് വിടിയിക്കുന്നില്ല. ഈ ശരീരത്തിലിട്ട് അവൻ ആ ആനന്ദം അനുഭവിച്ച് അതിനെ കൊണ്ടു കിടക്കുകയാണ്. ആ ശരീരത്തിൽ നിന്നും ഒരു 50% എങ്കിലും അവൻ്റെ ആഗ്രഹത്തിലേക്കും അവൻ്റെ ലക്ഷ്യത്തിലേക്കും ഈ ഊർജ്ജത്തെ കൺവേർട്ട് ചെയ്താൽ തന്നെ സക്സസ്ഫുൾ ആവും. സാറിൻ്റെ ലൈഫിൽ ഒരുപാട് പേര് ഇപ്പം സാറ് അവരുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന് പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ മാറ്റിമറിച്ചതിൽ വെച്ച് സാറിന് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കി അല്ലെങ്കിൽ മനസ്സിന് നിർവൃതി ഉണ്ടാക്കിയ ഒരു എന്തെങ്കിലും ഇൻസിഡൻറ്റ് പറയാൻ? അതാ ഞാൻ പറയുന്നത്, നമ്മൾ പലരുടെയും ധാരണ നമ്മളെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളെ അറിയുക എന്നുള്ളത്. നമ്മൾ അങ്ങനെ ഒന്നിനോടും അടുപ്പവുമില്ല, അകൽച്ചയുമില്ല, ഡിറ്റാച്ച്മെൻ്റ് ഇല്ലാത്തതിനേക്കാൾ ഞാൻ ഒരിക്കലും റിസൾട്ട് പ്രതീക്ഷിക്കുന്നില്ല. രാഹുൽ പ്രതീക്ഷിക്കുന്നത് ഞാൻ എൻ്റെ ക്ലാസ്സിൽ വരുന്ന ഒരാൾക്കും റിസൾട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് എനിക്ക് ചെയ്യാനൊക്കില്ല. അത് റിസൾട്ട് കൊടുക്കുന്നത് എല്ലാം പ്രാപഞ്ചികമാണ്. ഞാനതാ പറയുന്നത്. ഇത് നമ്മൾ റിസൾട്ട് കൊടുക്കണമെന്നും പറഞ്ഞ് ഞാൻ അതിലേക്ക് ഊർജം കൊടുത്താൽ അത് മനസ്സിലിട്ട് കൊടുക്കുന്നതാണ്. ഞാൻ ഫിസിക്കലായിട്ട് ഈ ചെയ്യുന്ന ആക്ഷനൊക്കെ, എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയ നോളജ് വെച്ചിട്ട്, എൻ്റെ സ്കില്ല് വെച്ചിട്ട് ഞാൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇത് പറഞ്ഞു കൊടുത്ത് അവരിത് വർക്കൗട്ട് ചെയ്യുമ്പോൾ അവരിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അവരിൽ ഇപ്പം രാഹുൽ സന്തോഷമുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷത്തെ കാണിച്ചു തരാൻ ഒക്കുമോ? ഇല്ല. അത് അവരുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ആത്മസംതൃപ്തിയാണ്. അത് അവരിലുണ്ടാകുന്നു. അതുവഴി ഞാൻ മനസ്സിലാക്കുന്നത് ഇതെൻ്റെ ഒരു ജീവിതത്തിൻ്റെ നിയോഗമാണ്. മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ പ്രത്യേകിച്ച് മാനസികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്കൊരു മുക്തി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി കൃത്യമായി ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി ഫോക്കസ്ഡ് ആയിട്ടാണ് ഞാൻ ഈ പ്രവൃത്തികളാകെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത്. കാരണം ഇതെൻ്റെ പാഷനാണ്.
ഇതെൻ്റെ സീക്രട്ട് ലൈഫാണ്. ഞാൻ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള എൻ്റെ സീക്രട്ട് ലൈഫ് എനിക്ക് സന്തോഷകരമായ, ഞാനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ, മറ്റുള്ളവരെ പ്രചോദനം കൊടുക്കുമ്പോൾ, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സ്വാഭാവികതയാണ്, എൻ്റെ ഉള്ളിലുള്ള ഈ ഊർജത്തെ ഞാൻ അവരിലേക്ക് ചാനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി എനിക്ക് സംതൃപ്തി കിട്ടുന്നു, സന്തോഷം കിട്ടുന്നു. അത്ര മാത്രമേ ഞാനിതിൽ കാണുന്നുള്ളൂ. അല്ല, അതിനപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഞാനതാണ് പറഞ്ഞേ, നമ്മൾ പുറമേ ഇപ്പോൾ എനിക്ക് ഒരു നല്ല കാഴ്ച കാണുമ്പോൾ നല്ല കാഴ്ചയാണ്, അപ്പം മോശപ്പെട്ട കാഴ്ച വരുമ്പോൾ എനിക്ക് വേദനയുണ്ടാവും. അതേപോലെ എനിക്ക് കേൾക്കുമ്പോൾ നല്ല സുഖമുള്ള കാര്യമാണ് രാഹുൽ പറയുമ്പോൾ എനിക്ക് നല്ല ചെവിക്ക് നല്ല രസം ഉണ്ടാവും. എന്നാൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കൊരു വേദനയുണ്ടാവും. അതേപോലെ എനിക്ക് നല്ല രുചികരമായ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് രുചി അല്ലാതെ കയ്പുള്ള ഒരു ഭക്ഷണം കഴിക്കുമ്പോഴും എനിക്ക് വേദനയുണ്ടാവും. ഇതെല്ലാം നമ്മൾ ഇതിനെ എല്ലാത്തിനെയും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിനെയെല്ലാം അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന മാനസികാവസ്ഥയാണ് ബീയിങ് എന്ന് പറയുന്നത്, പ്രസൻസ് എന്ന് പറയുന്നത്. അതിലേക്ക് എത്തിച്ചേർന്നാൽ നല്ലതായാലും ചീത്തയായാലും അതേപോലെ തന്നെ ഗുഡായാലും ബാഡായാലും എല്ലാത്തിനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അക്നോളജ് ചെയ്യുക. ഇനി എന്താ ചെയ്യാൻ കഴിയുന്നത് നോക്കുക. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മാക്സിമം ചെയ്യുക, പുറമേ ചെയ്യുക, അകത്തല്ല. പുറമേ ചെയ്താൽ ഉറപ്പായും അതിൽ വിജയമുണ്ടാവും. എന്നാൽ അകമേ നമ്മൾ വിത്ത് പാകണം, അകത്ത് ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം. അത് പല ആളുകൾക്കും അത് അറിയുന്നില്ല എന്നുള്ളതാണ്. ഇത് ബാലൻസ്ഡ് ആണ്. ഇപ്പോൾ സാറിനെ സംബന്ധിച്ച് സാർ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്, അവരുടെ ജീവിതം മാറ്റാനുള്ള ടെക്നിക്കുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് അവരുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പരിവർത്തനപ്പെടുത്തുമ്പോൾ ഇപ്പം സാറിന് ഒരു വിഷൻ കാണില്ലേ, എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരാൾക്ക് ആ മാറ്റം ഉണ്ടാകണം, അല്ലെങ്കിൽ സാറ് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു കാര്യമാണ്, അവിടെ സാറൊന്നും ചെയ്യുന്നില്ല, പ്രപഞ്ചമാണ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ഇത് കേൾക്കുന്ന ആളുകൾ അപ്പം അവർക്കൊരാഗ്രഹം കണ്ടില്ല, അവരുടെ ജീവിതം മാറണം, അല്ലെങ്കിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് അവർക്കൊരു മാറ്റം വേണം. അപ്പോൾ ഇത് പഠിക്കാനാണെങ്കിൽ ഇപ്പോൾ സാറിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവിടെ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ എവിടേക്കാണ് പഠിക്കാൻ വരേണ്ടത്? ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയ അറിവുകളാണ്. ഞാൻ ഈ പറയുന്ന ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഈ താവോ ടീച്ചിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടീച്ചിങ്ങിലെ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് മന്ദക്ചിയുടെ ട്രെയിനിങ്ങിൽ ഞാൻ അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കിയ വിവരങ്ങളാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത്. അത് ഷെയർ ചെയ്യുമ്പോൾ ഉറപ്പായും ഞാൻ അവരിൽ മാറ്റം ഉണ്ടാകണമെന്ന് ചിന്തിച്ചാൽ തന്നെ അത് റിസൾട്ട് ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്താൽ 100% പരിഹാരമുണ്ടാക്കുന്നത്, റിസൾട്ട് ഉണ്ടാക്കുന്നത് ഞാനല്ല, നിങ്ങളാണ്. എൻ്റെ കൈ ഇങ്ങനെ ആക്കിയാൽ എൻ്റെ കയ്യിൽ മസിലുണ്ടാവും, രാഹുലാക്കിയാൽ രാഹുലിൻ്റെ കയ്യിൽ മസിലുണ്ടാവും. ഇപ്പം എനിക്ക് അതിൻ്റെ വിദ്യകൾ പറഞ്ഞു കൊടുക്കാനേ കഴിയൂ. ഇങ്ങനെയൊക്കെ ബ്രീത്തിങ് ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ബോഡി മൂവ് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാകും, അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്താൽ, ഇങ്ങനെയൊക്കെ അറ്റൻഷൻ കൊടുത്താൽ, ശ്രദ്ധ കൊടുത്താൽ ഇന്ന റിസൾട്ട് ഉണ്ടാകും. ഇത് എനിക്ക് പറഞ്ഞു കൊടുക്കാം. ചെയ്യുന്നതാരാ? അവരാണ് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അതേ രൂപത്തിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ ആകാൻ കഴിയും. ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എല്ലാവരും ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അവർക്കാകാൻ കഴിയുമെങ്കിൽ ഉറപ്പായും ഏതൊരു സാധാ മനുഷ്യനും ആകാൻ കഴിയും. ഇതെങ്ങനെയാണ് പഠിക്കാൻ വരേണ്ടത്? ഇത് വളരെ സിമ്പിളാണ്. ഞാൻ ഈ ട്രെയിനിങ്ങിൻ്റെ ഇത് ഇൻ്റർനാഷണൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഈ ലാവോ കോൺഷ്യസ്നസിൻ്റെ കോഴ്സ്, ഇതിൻ്റെ കോഴ്സ് എന്ന് പറയുന്നത് 3 ഡേയ്സ് പ്രോസസ്സാണ്. ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ട്രോമാസ്, നമ്മുടെ ഫോബിയ, നമ്മുടെ ഫിയർ, നമ്മുടെ ആങ്സൈറ്റി, ഡിപ്രഷൻ, ഉറക്കക്കുറവ്, ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള കുറേ പ്രശ്നങ്ങളെല്ലാം തന്നെ ആദ്യം പാത്രം കാലിയാക്കുക എന്നുള്ളതാണ്. ഉള്ളിൽ അത് ബ്രീത്തിങ് ടെക്നിക്കിലൂടെ നമ്മളതിനെ ഫ്രീ ആക്കിയതിന് ശേഷം ആ 3 ഡേ പ്രോസസ്സിലൂടെ അവരെ കടന്നു പോകുമ്പോഴേക്കും ഒരു പുതിയ സാധ്യതകളിലേക്ക്, പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക്, പുതിയൊരു ചോയ്സിലേക്ക് അവർക്ക് മാറാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ടും തിരുവനന്തപുരം, എറണാകുളം, കാലിക്കറ്റ്, ഈ 3 സ്ഥലങ്ങളിലാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേജ് കുറച്ചുകൂടി ഹയർ ലെവലാണ്. ഈ ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ മാത്രമല്ല ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന ഒരു ടൂൾ മാത്രമാണ്. മൂവ്മെൻറ്റ്സിൻ്റെ ട്രെയിനേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇൻ്റർനാഷണൽ ഫെസിലിറ്റേറ്റേഴ്സാണ്. അവർ വിദേശത്തുള്ള ആളുകളാണ് ഈ ട്രെയിനിങ്ങിൽ വന്ന് ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യിക്കുന്നതും ഇതേപോലെ പുറത്തുനിന്നുള്ള ആളുകളാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായ ടൂൾ ഉപയോഗിച്ച് ഞാൻ മനസ്സിലാക്കിയ വിവരങ്ങളും അവർ മനസ്സിലാക്കിയ ടൂളുകൾ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ആളുകളിൽ
റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ 3 days പ്രോസസ്സായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ 3 days കൊണ്ട് ആളുകൾക്ക് വലിയ മാറ്റം അവരുടെ ജീവിതത്തിൽ ഈ 3 ദിവസം കൊണ്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ അവർ പ്രാക്ടീസ് ചെയ്താൽ, പരിശീലിച്ചാൽ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതിന് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരാൾക്ക് ഇത് 3 days പങ്കെടുത്തതിന് ശേഷം 1 മാസം ഇവർ പ്രാക്ടീസ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് തിരികെ കൊടുക്കുമെന്ന് പറയും. എന്തിനാന്ന് വെച്ചാൽ അത്രയും കോൺഫിഡൻ്റ് ആണ് നമ്മൾ. ഒരാളിത് പ്രാക്ടീസ് ചെയ്യുന്നതിലാണ് കാര്യം. ഇത് പഠിക്കുന്ന വിദ്യ അത് പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായും റിസൾട്ട് ഉണ്ടാകും. ഒരാൾക്ക് കഴിയുമെങ്കിൽ ഏതൊരാൾക്കും കഴിയും. അത്രയ്ക്ക് കോൺഫിഡൻസ്. അത്രയ്ക്ക് ഞാൻ ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനല്ല മാറ്റം വരുത്തുന്നത്. അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അവർ തന്നെ മാറ്റം വരുത്തുന്നതാണ്. അവർക്ക് ആ ബോധ്യം ഉണ്ടാവണം, അവരെ അറിയണം. നമ്മൾ പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞുള്ള അവെയർനെസ് ഉണ്ടാവണം, അറിയണം, അനുഭവിക്കണം. ആരനുഭവിക്കണ്ടേ? ഞാൻ അനുഭവിച്ചിട്ട് കാര്യമുണ്ടോ? അവർ തന്നെ അനുഭവിക്കണം, അവരതിനെ മനസ്സിലാക്കണം, അതിലേക്ക് അവർക്ക് ഫോക്കസ് ചെയ്താൽ അവർക്ക് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. ഞാൻ ചെയ്താൽ എനിക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു 1000 പേരെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായി, ഇതാരും ഞാൻ ഉണ്ടാക്കിയതോ ഈ സിസ്റ്റം ഉണ്ടാക്കിയതോ അല്ല, ഈ ടൂൾ ഉണ്ടാക്കിയതല്ല, അവർ തന്നെ ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ഉറക്കക്കുറവ്, അവരുടെ ഫിയർ, അവരുടെ ആങ്സൈറ്റി, അവരുടെ ഡിപ്രഷൻ, അവരുടെ ഓവർ തിങ്കിങ്, ഇതെല്ലാം തന്നെ അവർ ഓവർകം ചെയ്ത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതം, അവർ സന്തോഷകരമായ ജീവിതം, ആനന്ദകരമായ ജീവിതം നയിക്കുന്നതായിട്ട് നമ്മുടെ മുന്നിൽ പല ഉദാഹരണങ്ങളുണ്ട്. എന്ത് തന്നെയാണെങ്കിലും സാർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. അതിനപ്പുറത്തേക്കുള്ളൊരു സാധനമാണ്. അപ്പോൾ ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിക്കാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ സാധിക്കട്ടെ. ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച് അവരുടെ ലൈഫിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ അവർക്ക് സാധിക്കട്ടെ. എന്താണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡ് പോയി വീണ്ടും. നമസ്കാരം.